സന്ദേശം 39 ബാക്കി ഭാഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ലോകം പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ഓരോരുത്തർക്കും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും. ലോകം പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ഓരോരുത്തർക്കും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും. ആവലേൽ അമത്രീസാണ് തോന്നുന്നു ഇപ്രകാരം പറഞ്ഞത്. വിധി ദിവസം നമ്മൾ ഓരോരുത്തരും വിധിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ അളവ് പോലും വെച്ചിട്ടാണ്. നിങ്ങൾ എത്ര പരിശുദ്ധ കുർബാന കൂടി, നിങ്ങൾ എത്ര ജപമാല ചൊല്ലി, നിങ്ങൾ എത്ര കാരുണ്യപ്രവൃത്തി ചെയ്തു, നിങ്ങൾ എത്രത്തോളം ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, സ്നേഹത്തോടെ നിങ്ങൾ ഇതെല്ലാം എത്ര ചെയ്തു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആർക്ക് വേണമെങ്കിലും മറ്റുള്ളവരുടെ നിർബന്ധം വഴി പരിശുദ്ധ കുർബാന പങ്കെടുക്കാൻ സാധിക്കും. പക്ഷേ സ്നേഹത്തോടെ നിങ്ങൾ എത്ര ചെയ്തു, സ്നേഹത്തോടെ മറ്റുള്ളവരെ എത്ര സഹായിച്ചു, സ്നേഹത്തോടെ നിങ്ങൾ ദൈവത്തെ എത്രമാത്രം ആരാധിച്ചു, ഈ സ്നേഹത്തിൻ്റെ അളവുകോല് വെച്ചിട്ടായിരിക്കും ദൈവം അവസാന ദിവസം നമ്മുടെ പ്രവൃത്തികളെ ദൈവം പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈശോ പറഞ്ഞിരിക്കുകയാണ്, ലോകം പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ഓരോരുത്തർക്കും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും. എന്നോടും എൻ്റെ പിതാവിനോടുമുള്ള അവരുടെ സ്നേഹത്തിൻ്റെ അളവ് പോലും യഥാർത്ഥ പ്രതിഫലനവും ആ പരസ്നേഹം തന്നെയാണല്ലോ. ദൈവത്തിൻ്റെ കരത്തെ എതിർത്ത് നിൽക്കരുത്. എൻ്റെ പിതാവ് അനുവദിക്കുന്ന പരീക്ഷണങ്ങളുടെ അവസാനം ഭൂമിയിലുള്ള അവിടുത്തെ വിശ്വസ്ത സാക്ഷികളുടെ മഹത്തായ ഒരു കൂട്ടിച്ചേർക്കൽ നടക്കാനിരിക്കുന്നതിനാൽ ആഹ്ലാദിക്കുക. കേട്ടോ, എൻ്റെ പിതാവ് അനുവദിക്കുന്ന പരീക്ഷണങ്ങളുടെ അവസാനം ഭൂമിയിലുള്ള അവിടുത്തെ വിശ്വസ്ത സാക്ഷികളുടെ മഹത്തായ ഒരു കൂട്ടിച്ചേർക്കൽ. തമ്പുരാൻ മാലാഖമാർ നമ്മൾ വായിച്ചിട്ടില്ലേ, 4 ദിക്കുകളിലും പോയി എല്ലാവരും കൂട്ടി ഈശോയുടെ മുമ്പിലൂടെ കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ നടക്കാനിരിക്കുന്നതിനാൽ ആഹ്ലാദിക്കുക. ഞാൻ ദുർബലരെയും വിനീതരെയും എളിയവരെയും നീതിമാന്മാരെയും ഒരു വശത്തും തങ്ങളെ തന്നെ ഉയർത്തുന്നവരെയും എൻ്റെ പ്രബോധനങ്ങൾക്ക് അധരസേവ ചെയ്യുകയും എന്നാൽ അതേസമയം തന്നെ തങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ ശപിക്കുന്നവരെയും മറുവശത്തുമായി വേർതിരിക്കും. ചെമ്പരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്ന ഈശോ പറഞ്ഞത്, ഞാൻ ദുർബലരെയും വിനീതരെയും എളിയവരെയും നീതിമാന്മാരെയും ഒരു വശത്തും തങ്ങളെ തന്നെ ഉയർത്തുന്നവരെയും എൻ്റെ പ്രബോധനങ്ങൾക്ക് അധരസേവ ചെയ്യുകയും എന്നാൽ അതേസമയം തന്നെ തങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ ശപിക്കുന്നവരെയും മറുവശത്തുമായി വേർതിരിക്കും. ഇതാ ഞാൻ ഗോതമ്പും പതിരും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും വിശ്വാസം പരീക്ഷിക്കപ്പെടും. ആ പരീക്ഷണമാകട്ടെ അവർ മുഴുവൻ പ്രകമ്പനം കൊള്ളുന്നതുവരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വസിക്കാത്തവരെയും ദൈവത്തെ തിരസ്കരിക്കുന്നവരെയും തങ്ങളുടെ ഹൃദയങ്ങൾ എൻ്റെ ശത്രുവായ പിശാചിനെ അടിയറവ് വെച്ചവരെയും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാ ആത്മാക്കൾക്കും എൻ്റെ മുൻപിൽ ഒരേ സ്ഥാനമായിരിക്കും. ആ സമയത്തിനുള്ളിൽ എന്നെ ആശ്ലേഷിക്കുന്നവർക്ക് എല്ലാ കൃപകളും നൽകപ്പെടുകയും ചെയ്യും. ഭൂമിയിലെ എൻ്റെ സഭ ആക്രമിക്കപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ശരീരം വീണ്ടും ക്രൂശിക്കപ്പെടുന്നു എന്നതാണ്. ഇതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ശരീരം സന്നിഹിതമായിരിക്കില്ല എന്നാണ്. കണ്ട, വീണ്ടും ഈശോ പറയാണ്, ഈശോ ക്രൂശിക്കപ്പെട്ടതുപോലെ സഭയും ക്രൂശിക്കപ്പെടുന്നു. ഈശോ പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇതാണ്, പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ശരീരം സന്നിഹിതമായിരിക്കില്ല. ഒരു ന്യൂ മാസ് വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈശോ പറയാണ്, അത് സത്യമായും സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പരിഭ്രമിക്കരുത്. ദൈവത്തിൻ്റെ മക്കളായ നിങ്ങൾക്ക് ഈ മ്ലേച്ഛത മൂലം ഉണ്ടാകാൻ പോകുന്ന നിരാശയും പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയും എൻ്റെ 2ാം വരവിന് മുൻപായി നിങ്ങൾ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്യേണ്ട അവസാന മത്സരമാണ്. അതുകൊണ്ട് വൈദികർത്തൊക്കെ ഇത് പറഞ്ഞേക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഈശോ തന്നെ പറഞ്ഞതാണ്. ഇത് സഭ അംഗീകരിച്ച പുസ്തകമാണ്. ഇതൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളെ അല്ല. അവിടെ നിങ്ങൾക്കറിയുന്ന വൈദികർക്ക് ഈ പുസ്തകങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഇതിലെ ഈ മെസ്സേജസ് പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ടുള്ളത് ഫോട്ടോയെങ്കിലും എടുത്ത് അയച്ചു കൊടുക്കുക. നമ്മൾ മുൻകൂട്ടി പറയണം, അച്ഛാ ഒരു ന്യൂ കുർബാന വരുന്നുണ്ട്, അതിലപ്പോൾ ഇനി ഈശോയുടെ ശരീരം വ്യക്തമായിട്ട് മാറത്തില്ലെന്നാണ് ഈ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എൻ്റെ സഭയുടെ നേതാവായി അവരോധിക്കപ്പെടുന്ന വ്യാജപ്രവാചകൻ തൻ്റെ സ്ഥാനവസ്ത്രങ്ങൾ അണിയാൻ തയ്യാറായിരിക്കുന്നു. എന്നാൽ അതാകട്ടെ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയല്ല താനും. അതായത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല ഈ വസ്ത്രങ്ങളും ഈ സ്ഥാനങ്ങളും. മാർപ്പാപ്പടി വസ്ത്രവും മാർപ്പാപ്പടി പരിശുദ്ധ സിംഹാസനവും ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. സോ അതിനർത്ഥം ഹീസ് ആൻ ആൻറ്റി പോപ്പ്. എന്നാൽ അതാകട്ടെ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയല്ല താനും. അവൻ എൻ്റെ സഭയെ ഭിന്നിപ്പിക്കുകയും എൻ്റെ പരിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പം കാര്യങ്ങൾ വ്യക്തമായി. ആരാണ് ഈശോ കഴിഞ്ഞ 2 മെസ്സേജുകളിലും പറഞ്ഞ
പരിശുദ്ധ കുർബാനയിലെ ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ ഇല്ലാതാക്കാൻ പോണത് ആരാണെന്നുള്ളത് ഈശോ ഇവിടെ പറയുകയാണ്. ആരാണ്? അവനാണ്. ആരാണ് ഈ അവൻ? ഈ വ്യാജപ്രവാചകനാണ്. അവൻ എൻ്റെ സഭയെ ഭിന്നിപ്പിക്കും, സ്പ്ലിറ്റ് ചെയ്യും, എൻ്റെ പരിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കുകയും ചെയ്യും. ഇത് തീക്ഷ്ണതയുള്ള കത്തോലിക്കർക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും തങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന മഹാപരീക്ഷയുടെ സമയമായിരിക്കും. സോ ആരാണ് ഫോൾസ് പ്രോഫറ്റ്, വ്യാജപ്രവാചകൻ എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അടുത്ത സന്ദേശം 40. ക്രിസ്തീയതയ്ക്കെതിരെയുള്ള യുദ്ധം ഇപ്പോൾ രൂക്ഷമാകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് എന്നോട് ചേർന്ന് നിൽക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ പ്രതിരോധിക്കാൻ ഞാൻ എല്ലാ ക്രിസ്ത്യാനികളോടും ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ നുണകൾ വിഴുങ്ങാൻ നിങ്ങൾ നിർബന്ധിതരാകും. അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യും. ഭൂമിയിലെ എൻ്റെ സഭയെ തകർക്കുന്നതിലൂടെ സാത്താൻ പദ്ധതിയിടുന്നത് എൻ്റെ അനുയായികളുടെ വിശ്വാസം തകർക്കാനാണ്. ഇപ്പോൾ തന്നെ എൻ്റെ അനുയായികളിൽ അനേകർ എന്നെ ആരാധിക്കാതെയായി കഴിഞ്ഞു. കാരണം അവരുടെ അഭിപ്രായത്തിൽ സഭയിൽ എന്നെ പ്രതിനിധീകരിക്കുന്നവരുടെ പാപങ്ങൾക്ക് ഉത്തരവാദി ഞാനാണ്. അവർ ആ പാപത്തിനെ എന്നെ കുറ്റപ്പെടുത്തും. അവൻ, അതായത് പിശാച്, എൻ്റെ മക്കളെ തങ്ങളുടെ വിശ്വാസം ത്യജിക്കാൻ പ്രലോഭിപ്പിക്കുകയാണ്. ഇപ്പോൾ അവൻ നവയുഗ മതം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ മതം തന്നെ അതിനായി ഉപയോഗിക്കുന്നു. ന്യൂ ഏജ് റിലീജിയൻ, നവയുഗ മതം. കാരണം അവർ സത്യസഭയുടെ, എൻ്റെ സഭയുടെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും എടുത്തു മാറ്റാനും സഭയുടെ കൽപ്പനകളെയെല്ലാം എതിർക്കാനും തള്ളിക്കളയാനും ആഗ്രഹിക്കണം. ഇതാണ് മോഡേണൈസേഷൻ. എല്ലാം മാറ്റുക, ട്രഡീഷണലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് മാറ്റുക. കുരിശ് മുതൽ, കർട്ടൻ മുതൽ, പരിശുദ്ധ കുർബാന കൊടുക്കുന്ന രീതി മുതൽ, വൈദികരുടെ കന്യാസ്ത്രീകളുടെ വസ്ത്രം മുതൽ, സഭയുടെ സുവിശേഷ വേല ചെയ്യുന്ന മിഷൻ മുതൽ, കാറ്റഗിസം ക്ലാസ്സുകളിലെ പുസ്തകങ്ങളിലെ ഈ കണ്ടൻറ്റ് മുതൽ എല്ലാം മാറ്റി അത് പുതിയ രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. ദൈവത്തെ പോലെ ആകാൻ മാത്രമല്ല, ദൈവത്തേക്കാൾ ഉയരത്തിലെത്താൻ ആഗ്രഹിച്ച ലൂസിഫറിനെ പോലെയാണ് അവർ. ഈ ലോക കേന്ദ്രീകൃതമായ ഒരു വ്യാജ വിശ്വാസം കൊണ്ട് നിയന്ത്രിക്കപ്പെടാൻ പാകത്തിൽ അവൻ ദൈവത്തിൻ്റെ മക്കളെ പറഞ്ഞു വഴിതെറ്റിക്കുന്നു. കണ്ടോ, ഈ ലോക കേന്ദ്രീകൃതമായ ഒരു വ്യാജ വിശ്വാസം, ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കാനുള്ള വിശ്വാസം, കാര്യങ്ങൾ സാധിക്കാനുള്ള ഭക്താഭ്യാസങ്ങൾ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇതാണ് വിശ്വാസം. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, അങ്ങനെ നിനക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് ദൈവാനുഗ്രഹമായിട്ട് കണക്ക് കൂട്ടണം, നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് സാത്താൻ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ധ്യാനഗുരുക്കന്മാർക്ക് നിരന്തരം വാണിംഗ് തന്നതാണ്. അവർ പറഞ്ഞത്, ദൈവം നമുക്കൊരു കാര്യം ചെയ്തു തന്നു എന്നതിനർത്ഥം നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാണ് എന്നല്ല. ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക. അത് ഹിന്ദു ചോദിച്ചാലും, മുസ്ലിം ചോദിച്ചാലും, സിക്കാരൻ ചോദിച്ചാലും, യഹൂദൻ ചോദിച്ചാലും, ക്രിസ്ത്യാനി ചോദിച്ചാലും കൊടുക്കും. ഈശോ ജനിക്കുന്നതിന് മുൻപും അല്ലെങ്കിൽ ഈശോ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കുന്നതിന് മുൻപും മനുഷ്യർ ചോദിക്കുന്ന കാര്യം മനുഷ്യർക്ക് ലഭിച്ചിരുന്നില്ലേ? നിങ്ങൾ ലോകത്തിലെ കോടീശ്വരന്മാരെടുക്കും, ഇന്ത്യയിലെ കോടീശ്വരന്മാരെടുക്കും, യേശുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണോ? യഥാർത്ഥത്തിൽ അല്ല. അപ്പോൾ സാത്താൻ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഈ ലോകത്തിലെ കാര്യങ്ങൾ നിനക്ക് യേശു ചെയ്തു തന്നാൽ നീ അനുഗ്രഹിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥ വിശ്വാസം എന്നുള്ളത്. ഈ ലോക കേന്ദ്രീകൃതമായ ഒരു വ്യാജ വിശ്വാസം കൊണ്ട് നിയന്ത്രിക്കപ്പെടാൻ പാകത്തിൽ അവൻ ദൈവത്തിൻ്റെ മക്കളെ പറഞ്ഞു വഴിതെറ്റിക്കുന്നു. വ്യാജ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അനേകർക്ക് നാശകാരണമായിട്ടുണ്ട്. അത് അവരെ അന്ധകാരത്തിൻ്റെ ലോകത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ പീഡിപ്പിക്കാനായി സാത്താൻ അവൻ്റെ ദൂതന്മാരെയും ദുഷ്ടാരൂപികളെയും അയക്കുന്നു. ഈ പൈശാചിക ദൂതന്മാരെ കാണാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഭയന്ന് വിറക്കുമായിരുന്നു. 2-3 ദുഷ്ടാരൂപികൾക്ക് നിങ്ങളെ വളഞ്ഞ് നഗ്നനാക്കി അപമാനിക്കാൻ കഴിയും. അവർക്ക് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും അസഹ്യപ്പെടുത്താനും മറ്റുള്ളവർക്കെതിരെയുള്ള ദ്രോഹചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കാനും കഴിയും. ഇതൊരു റിയാലിറ്റിയാണ്. ഇതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ വെഞ്ചിരിച്ചുള്ളൊക്കെ നമ്മളെ തളിച്ച് ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും തിരിച്ച് വരുമ്പോഴൊക്കെ കുരിശ് വരച്ച് നമ്മുടെ മക്കളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ അയക്കണം. പിശാചിൻ്റെ പ്രഥമ ലക്ഷ്യം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരും എൻ്റെ സഭയും എൻ്റെ മക്കളും ഭൂമിയിൽ എന്നെ പ്രതിനിധീകരിക്കുന്നവരുമാണ്. അടുത്തതായി അവൻ ഉന്നം വെക്കുന്നത് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ അധികാരമുള്ള ഉന്നത സ്ഥാനീയരെയാണ്. അവൻ അഴിമതി കൊണ്ടും അധികാര ദുർവിനിയോഗം കൊണ്ടും വേദനയും കഷ്ടപ്പാടും മാത്രം കൊണ്ടുവരുന്ന ദുഷ്ടനിയമങ്ങൾ കൊണ്ടും അവരെ പ്രലോഭിപ്പിക്കുന്നു. കണ്ടോ, ഇത് കഴിഞ്ഞാൽ
ദൈവികമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് സാത്താൻ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ, പ്രസിഡൻസ്, പ്രൈം മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് സെക്രട്ടറി, ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് അവർ വഴി അല്ലെങ്കിൽ അവരെ സാത്താൻ അറ്റാക്ക് ചെയ്യുന്നത്? അവരെ കൊണ്ട് അഴിമതി കൊണ്ടും അധികാര ദുർവിനിയോഗം കൊണ്ടും വേദനയും കഷ്ടപ്പാടും മാത്രം കൊണ്ടുവരുന്ന ദുഷ്ട നിയമങ്ങൾ കൊണ്ടും അവരെ പ്രലോഭിപ്പിക്കുന്നു. അവർ ജനത്തിന് ദ്രോഹം ചെയ്യുന്ന നിയമങ്ങൾ അവരിലൂടെ സാത്താൻ കൊണ്ടുവരുന്നു. ആ രീതിയിൽ സാത്താൻ അവരെ പ്രലോഭിപ്പിക്കുന്നു. അത് നന്മയാണ് എന്ന് അവരുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടായിരിക്കാം. അടുത്തതായി അവൻ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആയുധം, മാനസാന്തരമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും രാജ്യ തലവന്മാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ ഭാരതത്തിന് വേണ്ടിയിട്ടും നമ്മൾ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുർബാന മധ്യേ പ്രാർത്ഥിക്കുന്നതും നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, എന്നാൽ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആയുധം, മാനസാന്തരമാണ് നിങ്ങളുടെ ലക്ഷ്യം.